എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് ബഥനി ആശ്രമാംഗം ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിൽ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. സന്യാസ ജീവിതത്തിൻ്റെ 50 സുവർണ വർഷങ്ങൾ പൂർത്തീകരിച്ച ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിൽ അച്ഛൻ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം 1930 സെപ്റ്റംബർ 20 കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട ആദ്യത്തെ വൈദികനായ വന്യ ജോൺ കുഴിനാപ്പുറത്ത് അച്ഛൻ്റെ കുടുംബമായ ഓമല്ലൂർ ചീക്കനാൽ കുഴിനാപ്പുറത്ത് കുടുംബാംഗമാണ് ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിൽ. ഞാൻ ഫാദർ ജസ്റ്റിൻ OIC ബഥനി ആശ്രമ അംഗമാണ്. ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയാൽ സ്ഥാപിതമായ മുണ്ടന്മലയിൽ 1919 ആണ് ഈ സമൂഹം സ്ഥാപിക്കുന്നത്. അത് ഓർത്തഡോക്സ് സഭയിലാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ 1930 സെപ്റ്റംബർ 20 മാർ ഇവാനിയോസ് പിതാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും കൂടെ കത്തോലിക്ക തിരുസഭയുമായിട്ട് പുനരയിക്കപ്പെട്ടു. ഇതാണ് കേരളത്തിൽ നടന്ന വലിയൊരു സംഭവമായിട്ട്, ചരിത്ര സംഭവമായിട്ട് തീർന്നത്. എൻ്റെ ജനനം 1946 മാർച്ച് 2 എൻ്റെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിൽ പുത്തൻപീടിക എന്ന സ്ഥലത്താണ്. എൻ്റെ മാതൃ ഇടവക തോട്ടുപുറം ഹോളി ഫാമിലി ചർച്ചാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വൈദിക ജീവിതത്തോടും പ്രത്യേകിച്ച് സന്യസ്ത ജീവിതത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയൻ ബഹുമാനപ്പെട്ട ജോൺ കുഴിനാപ്പുറത്തച്ഛൻ ഞങ്ങളുടെ തറവാട് ചീക്കനാൽ, അതായത് ഓമല്ലൂർ കുടുംബത്തിൽ അവിടുത്തെ പേര് കുഴിനാപ്പുറത്തെന്നാണ്. ഇത് പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ്. വളരെ അധികം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അങ്ങനെ വൈദിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ട് ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം പലപ്പോഴൊക്കെ അവിടെ വീട്ടിലൊക്കെ സന്ദർശനത്തിന് വരുമായിരുന്നു. അവസരത്തിലൊക്കെ പഠനകാര്യങ്ങളെ പറ്റിയൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അവസരത്തിൽ എൻ്റെ പിതാവ് ശ്രീ KC മത്തായി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇവനെ അച്ഛനാക്കുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ജോണച്ചൻ പറയുമായിരുന്നു, അയാൾ നന്നായിട്ട് പഠിക്കട്ടെ, പിന്നീട് നമുക്ക് ആലോചിക്കാം. അതൊക്കെ വലിയ പ്രചോദനമായിട്ട് എനിക്ക് തീർന്നതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. എനിക്ക് 2 സഹോദരന്മാർ, മൂത്ത സഹോദരന്മാരും 2 ഇളയ സഹോദരിമാരുമാണുള്ളത്. ഏറ്റവും മൂത്ത ആൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ, 43 വയസ്സിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഇപ്പോൾ വീട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവിടെ കഴിയുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. കുടുംബത്തിൽ പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ രാവിലത്തെ പ്രാർത്ഥനയും ഒക്കെ വളരെ കണിശമായിട്ട് നടത്തി പോന്നിരുന്നതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മാതൃക മാതാപിതാക്കന്മാരിൽ നിന്ന് തന്നെ ലഭിക്കുവാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ അത് കാണുവാനും അനുഭവിക്കുവാനും ഇടവന്നിട്ടുണ്ട്. അതൊക്കെയും എൻ്റെ ദൈവവിളിയെ പ്രചോദിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുള്ള കാരണങ്ങളായിട്ട് ഞാൻ കാണുകയാണ്. 1964 ആണ് ഞാൻ SSLC പാസ്സാകുന്നത്. ഞാൻ പഠിച്ചത് മാക്കാങ്കുന്ന് കാതോലിക്കേറ്റ് ഹൈസ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകർ ചിലരൊക്കെ വൈദികരായിരുന്നു. അവരുടെയൊക്കെ നല്ല മാതൃകയും അതുപോലെ തന്നെ ശിക്ഷണമൊക്കെ എൻ്റെ ദൈവവിളിയെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഒരു ധ്യാനത്തിന് വേണ്ടി കൂടുവാനായിട്ട് കറ്റാനത്ത് ആശ്രമത്തിലേക്ക് പോവുകയുണ്ടായി. 3 ദിവസത്തെ ധ്യാനത്തിന് ദൈവവിളി ക്യാമ്പെന്ന് പറയും. ആ ക്യാമ്പ് കഴിഞ്ഞിട്ട്
ഞാൻ വീട്ടിൽ തിരിച്ച് എത്തി. അപ്പോൾ അവിടുന്ന് നിർദ്ദേശമനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ വന്ന് ചേരണം, ആശ്രമത്തിൽ ചേരുവാൻ താല്പര്യമുണ്ടെങ്കിലെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് പിന്നീട് ലഭിക്കുകയുണ്ടായി. ഞങ്ങളുടെ ജനറാളച്ഛൻ, അന്നത്തെ ജനറാളച്ഛനും യോശുവ താവളത്തിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ കത്ത് ലഭിച്ചപ്പോൾ ഞാനതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ വീട്ടിലുള്ള സഹോദരങ്ങളും എൻ്റെ അപ്പനും അമ്മയൊക്കെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കാരണം SSLCക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിന് അല്പം കുറവ് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്തൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുപോലെ ഞങ്ങൾ പഠിച്ചു തന്നെയും 9, 10 ക്ലാസ്സുകൾ, അന്നത്തെ 5th എന്ന് പറയും, 5th, 6th ഫീസ് കൊടുത്താണ് പഠിച്ചത്. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും നമുക്കറിയാവുന്ന പോലെ പഠനത്തിന് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് പാസ്സാകാം എന്നുള്ളത് ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് പഠന കാര്യങ്ങളൊക്കെ ഇന്നത്തെ കുട്ടികൾ ഉഴപ്പുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ വലിയ പ്രയാസമാണ്. ഫീസ് കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫാദറും ഒക്കെ ചെറിയ കർഷകരാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആദായം കൊണ്ട് വേണം മറ്റു കാര്യങ്ങളെല്ലാം ചിലവുകളൊക്കെ നടത്താനും അതുപോലെ തന്നെ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുവാനും. അപ്പോൾ അങ്ങനെ ഫീസൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ പഠനകാലത്ത് തന്നെയും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ടും വൈകിട്ട് വന്നിട്ട് പറമ്പിൽ കിളക്കുകയും അതുപോലെ തന്നെ മറ്റ് കാർഷിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജോലി ചെയ്തിട്ടാണ് പിന്നീടാണ് 1-2 മണിക്കൂർ കഴിഞ്ഞാണ് പഠിക്കാൻ വേണ്ടി കയറുന്നത്. അപ്പം അങ്ങനെ പഠനത്തിനൊക്കെ ഇന്നത്തെ കാലത്തെ പോലെ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും കുട്ടികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതായ വിദ്യാഭ്യാസം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം വൈദികരുടെയും സന്യസ്തരുടെയും ദൈവവിളികൾക്ക് മാതൃകയും പ്രചോദനവുമായിരുന്ന വന്യ ജോൺ കുഴിനാപ്പുറത്തച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ 7 വൈദികരും 6 സന്യസ്തരും സഭാ ശുശ്രൂഷ ചെയ്തു വരുന്നു. 64 ഞാൻ ആശ്രമത്തിൽ ചേർന്നു. അതിനുശേഷം 2 വർഷം ഞങ്ങളുടെ സന്യാസപരമായ പരിശീലനമുണ്ട്. നൊവിഷ്യേറ്റ് എന്ന് പറയും. അത് 1 വർഷം വളരെ ചിട്ടയായിട്ടുള്ള പരിശീലനമാണ്. സന്യാസ ജീവിതത്തെ പറ്റിയുള്ള ഒരു സമഗ്രമായ അറിവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പരിശീലനമൊക്കെയാണ് ആ സമയത്ത് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോണച്ചൻ തന്നെ ഞങ്ങളുടെ നോവീസ് മാസ്റ്ററായിട്ട് വരാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം പെരുന്നാട്ടിൽ മുണ്ടൻമലയിൽ മറിയൻസ് പിതാവിനോടൊപ്പം ജീവിച്ച ആളാണ്. അപ്പം അതിൻ്റേതുള്ള അദ്ദേഹത്തിനുള്ള അനുഭവമൊക്കെ ആ സമയത്തൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് ഉള്ള അനുഭവങ്ങളും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ അതിൽ ആഴപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ 1966, 68 കാലയളവിൽ പ്രീ ഡിഗ്രിക്ക് മാറിവാൻസ് കോളേജിൽ പോകുവാനുള്ള അവസരം ലഭിച്ചു. 68 മുതൽ 74 വരെ ഞങ്ങളുടെ സെമിനാരി പഠനത്തിനായിട്ട് പൂനായിലേക്കാണ് പോയത്. അവിടെ ഞങ്ങളുടെ പഠനഗ്രഹമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് അവിടെ അടുത്തുള്ള പേപ്പൽ അത്തനെയും, ഇന്നത് ജ്ഞാന വിദ്യാപീഠം എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. അതിനുശേഷം 1974 വൈദികനായിട്ട് അഭിഷിക്തനായി. ചന്ദനപ്പള്ളിയിൽ വെച്ചായിരുന്നു, ഇടവയിൽ വെച്ചായിരുന്നു എൻ്റെ പട്ടം കൂട. അഭിവന്യനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവാണ് വൈദിക പട്ടം എനിക്ക് നൽകിയത്. എന്നോടൊപ്പം മറ്റ് 2 വൈദികർ കൂടെ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. എന്നോടൊപ്പം അവരും വൈദികരായിട്ട് അഭിഷിക്തരായി. പിന്നീട് എൻ്റെ പഠനകാലം വീണ്ടും ഡിഗ്രിക്ക് വേണ്ടി മാറിവാനീസ് കോളേജിൽ പഠിക്കുവാനായിട്ട് അയക്കപ്പെട്ടു. അവിടെ 3 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് 1979-80 കാലയളവിൽ B.Ed കോളേജിൽ, ഇവിടെ MDT, അതായത് തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് പാസ്സായി. അതിനെ തുടർന്ന് കറ്റാനത്ത് ഞങ്ങളുടെ ബോർഡിംഗ് സ്കൂൾ അടുത്ത് തന്നെ പോപ്പേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പോപ്പേഴ്സ് 11th ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്.
വലിയ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. 1934 സ്ഥാപിതമായതാണ്. അവിടെ 1980 മുതൽ 2002 വരെ അവിടെ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ അവസാനം 3 വർഷക്കാലം ഇവിടുത്തെ പ്രിൻസിപ്പാളായിട്ടും ഇരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനിടയിൽ ഞാൻ ലീവ് എടുത്തുകൊണ്ട് 1992 മുതൽ 95 വരെ അമേരിക്കയിൽ പെൻസിൽവേനിയയിലെ സ്ക്രാൻഡൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ടും അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് സ്ക്രാൻഡനിൽ MS ഡിഗ്രി എടുക്കുവാനുമായിട്ട് അവസരം ലഭിച്ചു. തിരിച്ച് ഞാൻ 1995 നാട്ടിൽ വരികയും പിന്നീട് വീണ്ടും പോപ്പേഴ്സ് 11th ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ട് തുടരുകയും ചെയ്തു. 2002 ആണ് റിട്ടയർ ചെയ്തത്. റിട്ടയർമെൻറ്റിന് ശേഷം ഈ പഠനകാലത്തും അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തുമൊക്കെയും ഇടവകൾ 1-2 ഇടവകളിലൊക്കെ ഇടവക വികാരിയായിട്ട് സേവനം നടത്തുവാനുള്ള അവസരമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൽ പഠിപ്പിക്കുവാനും ഉള്ള അവസരമുണ്ടായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് നെടുമങ്ങാട് സൈഡിലാണ്. അവിടെ നെടുമങ്ങാട് ഇടവക 2 ഇടവകളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ അവിടെ തന്നെ അടുത്തുള്ള ഒരു വൃദ്ധസദനം അല്ലെങ്കിൽ ആരോരുമില്ലാത്ത നോക്കുന്നവരെ നോക്കാനുള്ള ഒരു സ്ഥാപനമുണ്ട്. ഇവിടെ അതിൻ്റെ പേര് തൃപ്പാദ സദനം എന്നാണ്. അവിടെ മാനസിക രോഗികളുണ്ട്, അതുപോലെ തന്നെ വൃദ്ധരായ ആരും വീട്ടിൽ അന്വേഷിക്കാൻ ആളില്ലാത്ത ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ 10-60 ആളുകളുണ്ട്, സ്ത്രീപുരുഷന്മാരും. അവർക്ക് പ്രത്യേകം താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ സിസ്റ്റേഴ്സ് അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ സേവനത്തിൻ്റെ ഫലമായിട്ട് അവരെ സംരക്ഷിക്കുവാനും അതിൻ്റെ ചുമതല എനിക്ക് നേരിട്ടില്ലെങ്കിൽ തന്നെയും അവിടുത്തെ സുപ്പീരിയറായിട്ട് അവിടെ 5-6 വർഷം അവിടെ ചിലവഴിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവിടുന്ന് ഞാൻ 1 വർഷക്കാലം പൂന ഞങ്ങളുടെ പഠനഗ്രഹത്തിലെ സ്പിരിച്വൽ ഫാദറായിട്ട് സേവനം ചെയ്യുവാനായിട്ട് പോയി. തിരികെ വീണ്ടും വന്ന് നമ്മുടെ ബദനി ആശ്രമത്തിലെ പല ആശ്രമങ്ങളിൽ സുപ്പീരിയറായിട്ടും അംഗമായിട്ടും സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1964 ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബഥനി ആശ്രമത്തിൽ അംഗമായി ചേർന്നു. തുടർന്ന് തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. 1968-74 കാലഘട്ടങ്ങളിൽ പൂന പഠനഗൃഹത്തിൽ നിന്നും വൈദിക പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ നിന്നും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം പൂർത്തീകരിച്ചു. 1974 മെയ് 6-ാം തീയതി ചന്ദനപ്പള്ളി ഇടവകയിൽ വെച്ച് അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിനാൽ പുരോഹിതനായി അഭിഷിക്തനായി. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 51 വർഷത്തെ കാലത്തെ വൈദിക ജീവിതത്തിൽ സന്തോഷമുള്ളൂ. കാരണം പല അപകടങ്ങളിലൊക്കെയും അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ പരിപാലന എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഇതുവരെയും നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കൃപ ദൈവം നൽകുന്നുണ്ട്. വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ദൈവത്തിന് നന്ദിയും അർപ്പിക്കുകയാണ്. ഈ കാലമൊക്കെയും ദൈവം നടത്തിയ വഴികൾ അത്ഭുതകരമായിട്ട് നടക്കുവാനായിട്ട് ഇടയായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ അമേരിക്കയിൽ 3 വർഷം ഉണ്ടായിരുന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നല്ലോ. 1992 മുതൽ 95 വരെയായിരുന്നു ആ കാലയളവ്. 95 ഫെബ്രുവരിയിൽ ഹോളി ലാൻഡിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചു. അവിടെ വൈദികർക്ക് സ്പെഷ്യലായിട്ട് ഒരു കൺസെഷൻ കിട്ടി. ഏതാണ്ട് $399 കൊണ്ട് ഒരാഴ്ച കാലം മുഴുവനും അവിടെ താമസിക്കാനും അവിടെ ഭക്ഷണ കാര്യങ്ങളും അതുപോലെ തന്നെ യാത്ര ചിലവും എല്ലാം കൂടെ അത്രയായുള്ളൂ. ഹോളി പ്ലേസൊക്കെ കാണാനായിട്ട് സാധിച്ചു. കർത്താവ് ജനിച്ച സ്ഥലവും അതുപോലെ തന്നെ ഗോകുൽത്താമിലും ഗത്സമേന തോട്ടം അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അവിടെ സന്ദർശിക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒത്തിരി വർഷം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ക്രൈസ്തവരായ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹോളി ലാൻഡിൽ ഒരിക്കലെങ്കിലും പോയി സ്ഥലം കാണുകയും കർത്താവിൻ്റെ ജന്മസ്ഥലവും അതുപോലെ തന്നെ
ക്രൂശാരോഹണം നടന്ന സ്ഥലം ഗോകുൽത്താമലയും അതുപോലെ മറ്റ് സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളത് എല്ലാവരുടെയും അഭിലാഷമാണ്, ആഗ്രഹമാണ്. അത് സാധിക്കുവാനായിട്ട് ഇടയായി. വലിയൊരു അനുഭവമായിട്ട് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുപോലെ അമേരിക്കയിലായിരുന്ന സമയത്ത് കാനഡയിൽ പോകാനായിട്ട് ഒരവസരം ലഭിച്ചു. അവിടെ 3-4 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ വലിയ വെള്ളച്ചാട്ടമുണ്ടല്ലോ, നയാഗ്ര വെള്ളച്ചാട്ടം, അതിൻ്റെ തൊട്ടടുത്തൂടെ വെള്ളച്ചാട്ടത്തിനടുത്തൂടെ ബോട്ടിൽ സഞ്ചരിക്കാനും വളരെ ഗംഭീരമാണ്. നമ്മളത് പറഞ്ഞാൽ മനസ്സിലാകാത്ത പോലെ വലിയ ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് വന്ന് വീഴുന്നത്. അപ്പം വളരെ ഗംഭീരമായ ശബ്ദമാണ്, അത് വലിയ ഗർജനം പോലെ തോന്നും. അവിടെ പിന്നെ തൊട്ടടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. ആ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് വരെ അല്ല നമ്മുടെ നനയാത്ത രീതിയിൽ ഈ ജാക്കറ്റൊക്കെ ഇട്ട് നനയാത്ത രീതിയിൽ അവിടെ പോയി പിന്നെ കാണാനൊക്കെ സാധിക്കും. ഇത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ന്യൂയോർക്കും അതുപോലെ തന്നെ വേൾഡ് സെൻറ്റർ ഒക്കെ അന്ന് നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് 1994 ഒരു ക്രിസ്മസ് വെക്കേഷൻ അവിടെ പോയപ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിച്ചു. 110 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പിന്നെ ലിഫ്റ്റിൽ കയറുന്നതിനും അത് ഒക്കെ കാണുവാനും ഒക്കെയുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഭക്ഷണക്രമവും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ ഒരു രാജ്യത്ത് കുറേ കാലം താമസിക്കുക എന്നുള്ളൊരു പ്രത്യേക അനുഭവമായിരുന്നു. അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലത് അനുഭവിക്കുവാനുള്ള അവസരം തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമായിട്ട് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുകയാണ്. പിന്നീട് സ്കൂളിലെ പഠന കാര്യങ്ങളും പഠിത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ബോർഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കറ്റാനത്ത് ഒരു പ്രസിദ്ധമായ ബോർഡിങ്ങും, കറ്റാനം ബോർഡിങ്ങും ബദനി ബോർഡിങ്ങും, അത് ഫാദർ അംബ്രോസ് 67 തുടങ്ങിയതാണ്. 140 കുട്ടികൾ വരെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്ന് താമസിച്ച് അവിടെ വളരെ ചിട്ടയോടുകൂടി പഠിച്ച് നല്ല നിലയിൽ ആ കുട്ടികളൊക്കെ വിദേശത്തും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ജീവിതത്തിൽ വലിയ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച് ഇപ്പോഴും കഴിയുന്നതായിട്ട് മനസ്സിലാക്കുന്നു. മാർ ഇവാനിയസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠനവും നാലാഞ്ചിറ മാർ തെയോഫിലോസ് ട്രെയിനിങ് കോളേജിൽ നിന്നും ബി.എഡും പൂർത്തീകരിച്ചു. 1980 കറ്റാനം പോപ്പ് പയസ് 11th ഹൈസ്കൂളിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. 1992-95 കാലയളവിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ സ്ക്രാൻഡൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്കൻഡറി സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ MS പഠനം പൂർത്തീകരിച്ചു. ദീർഘവർഷങ്ങളിലെ അധ്യാപന ജീവിതത്തിന് ശേഷം 2002 കറ്റാനം പോപ്പ് പയസ് 11th ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. സന്യാസ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർണ്ണമാക്കി അനേകയിടങ്ങളിൽ ദൈവിക ശുശ്രൂഷകളിൽ ഭാഗഭാക്കായി അനേകർക്ക് അക്ഷര വെളിച്ചവും ആത്മചൈതന്യവും പകർന്നു നൽകി നാലാഞ്ചിറയിലുള്ള ബദനി ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് വന്യവൈദികനായ ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിലച്ചൻ ഇപ്പോൾ. പിന്നീട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടയർമെൻറ്റ് 2002 റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് നെടുമങ്ങാട് ഏരിയയിലായിരുന്നു. അവിടെ പരുത്തിക്കുഴി, നെടുമങ്ങാട് ഇടവക, അതുപോലെ തന്നെ വിതുര, മേമല, ആനാട് എന്നീ ഇടവകളിൽ 1-2 പ്രാവശ്യമൊക്കെ അവിടെ സേവനം ചെയ്യുവാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കൂടുതലും നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യാനികളല്ല, അവിടെ പുതു ക്രിസ്ത്യാനികളെന്ന് പറയും. അതിൽ കൂടുതലും ഈ മറ്റ് നാടാർ സമുദായത്തിൽ നിന്നും അതുപോലെയൊക്കെയുള്ള ആളുകളാണ് അവിടെ പിന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് വരുന്നത്. അവർക്കിതുവരെയും അടുത്ത കാലം വരെയും അവർക്ക് ഈ അങ്ങനെ ക്രൈസ്തവരായി തീർന്നവർക്കുള്ള പിന്നെ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് തടഞ്ഞിരുന്നു. ഇപ്പോഴത് കിട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരുപാട് നാളത്തെ ആളുകളുടെ റെക്കമെൻഡേഷൻ ഫലമായിട്ടും അതുപോലെ തന്നെ വലിയ മേൽദർശന്മാരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഇപ്പം കുറച്ചെല്ലാം വ്യത്യാസമെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് പഠനത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ക്രൈസ്തവരായതിൻ്റെ പേരിൽ മാത്രം അവിടെ നിഷേധിക്കപ്പെട്ട ഒരു അവസരം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പാവപ്പെട്ട മനുഷ്യരാണ് എല്ലാവരും, കൂലി വേലക്കാരും അതുപോലുള്ള ഗവൺമെൻറ് ജോലിക്കാരും ഒക്കെ വളരെയധികം തീരെ കുറവുള്ള ഇടവകളാണ്. എല്ലാം അവിടുത്തെ ആളുകളൊക്കെ പൊതുവേ പാവപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മുടെ
ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് വരുന്ന ആളുകൾ താഴെ ഇടയിലുള്ള അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ട് തീരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ നമ്മുടെ ഇടവയിലൊക്കെ പിന്നെ ഉള്ളത്. മലങ്കര പുനരൈക്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം പ്രവർത്തിച്ച വന്യ ജോൺ കുഴിനാപ്പുറത്തച്ഛൻ്റെ പിൻതലമുറയിൽ നിന്നും ബഥനി സന്യാസി സഭാംഗമായി തീർന്ന വന്യ ജസ്റ്റിൻ തുണ്ടുമണ്ണിലച്ഛൻ്റെ ജീവിതം അനേകർക്ക് മാതൃകയാണ്. കറ്റാനം പോപ്പ് പൈസ് 11th ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി 2002 വിരമിച്ചതിന് ശേഷം വിവിധ ആശ്രമങ്ങളിൽ സുപ്പീരിയറായും അംഗമായും ഇടവകകളുടെ ചുമതലകളിൽ സജീവമായി ശുശ്രൂഷകളും ചെയ്തു വന്ന ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിലച്ഛൻ 2025 മുതൽ നാലാഞ്ചിറ ബഥനി ആശ്രമത്തിൽ വിശ്രമജീവിതം നയിച്ചു വരികയാണ്. ജോലിയെ പറ്റി പറയുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ വൈദികർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോഴും നമുക്കറിയാം. പക്ഷേങ്കിൽ ലൗകായികത്വം കൂടുതലായിട്ടുള്ള രാജ്യങ്ങളിലും നമ്മളിത് തന്നെയാണ് കാണുന്നത്. യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ പല ആശ്രമങ്ങളും അല്ലെങ്കിൽ ദേവാലയങ്ങളൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം അവിടെ ആളുകൾ തന്നെ ആരാധനയ്ക്ക് വരുന്നില്ല. അവർക്ക് വേണ്ടതായ ഉദാശകളൊക്കെ കൊടുക്കാൻ ആവശ്യമായ തരത്തിൽ ദൈവവിളികൾ ഉണ്ടാകുന്നില്ല. വൈദികരോ അല്ലെങ്കിൽ സന്യസ്തരോ ഒക്കെ ആ മേഖലയിൽ കടന്നു വരാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഒരു ഭൗതികത്വത്തിൻ്റെ അതിപ്രസരമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മാസ് മീഡിയ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകിച്ച്. അതേസമയത്ത് തന്നെ ചില ദൈവവിളികൾ ചില ആളുകൾ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്ന് നല്ല ജോലിയിലൊക്കെ ഇരുന്ന് സമൂഹത്തിലൊക്കെ വലിയ സ്ഥാനപ്പേരൊക്കെ ഉള്ള ആളുകൾ പോലും ദൈവവിളി സ്വീകരിച്ച് വരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പാടെ ആരും അങ്ങനെ ദൈവവിളിയെ പറ്റി ചിന്തിച്ച് അങ്ങനെ അതൊരു മോശമായ കാര്യമാണെന്നും പറഞ്ഞ് പോകുന്നില്ല. പക്ഷേ യുവജനങ്ങൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊക്കെ പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അവർ ജീവിതത്തെപ്പറ്റി പിന്നെ ശരിയായിട്ട് ചിന്തിക്കാത്തതുകൊണ്ടോ അതിനെപ്പറ്റി ഉള്ള ധ്യാനാത്മകമായിട്ട് ചിന്തിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതലായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ദൈവവിളി എന്താണെന്ന്, എൻ്റെ ദൈവവിളി സന്യസ്ത ജീവിതമാണോ വൈദിക ജീവിതമാണോ അതോ പിന്നെ കുടുംബജീവിതമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ദൈവവിളികളും ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളിലൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇപ്പം നമുക്കറിയാം വിശ്വാസബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ സ്വദേശത്താണേലും വിദേശത്താണേലും ഒക്കെ അതിന് എതിരായിട്ടുള്ള പ്രവണതകളാണ് ഇപ്പോഴും നമ്മൾ സമൂഹത്തിൽ നിന്നും പൊതുവെ ലഭിക്കുന്നതായ ഒരു പ്രതികരണം. അതൊക്കെ ആണ്ട് പൊതുവായിട്ട് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനോ പറയാനോ പോലും സാധിക്കാത്തിടങ്ങൾ നമ്മൾ ക്രിസ്തീയ രാജ്യങ്ങളാണെന്ന് പറയുന്നിടത്ത് പോലും അങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മുടെ ദൈവവിളിയെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പൊതുവായ ധാരണയായിട്ട് മനുഷ്യനത് സ്വീകരിക്കാൻ അതേസമയം നല്ല പിന്നെ മാതൃകകളാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ദൈവവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എൻ്റെ വിളി എന്താണ്, ദൈവം എന്നെ എന്തിനായിട്ട് വിളിക്കുന്നു, വൈദികത്തിലേക്കാണോ അതോ കുടുംബജീവിതത്തിലേക്കാണോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്കാണോ വിളിക്കുന്നതെന്ന് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, ചുരുക്കമായിട്ടെങ്കിലും ഉണ്ടെന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്നവരെ തീർച്ചയായിട്ടും അവർക്ക് ആ വിളിയിൽ നിലനിൽക്കാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും അവർക്ക് സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സന്യസ്ത ജീവിതത്തിൻ്റെ സുവർണമായ 50 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട്
അനേകർക്ക് അക്ഷര വെളിച്ചവും ആത്മചൈതന്യവും പകർന്നു നൽകിയ സന്യാസ ശ്രേഷ്ഠനായ വന്യപുരോഹിതൻ ഫാദർ ജസ്റ്റിൻ തുണ്ടുമണ്ണിലച്ചൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.